വിദ്യാഭ്യാസ പ്രവർത്തകൻ എ ജി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ ജി ജോർജ് നോക്കൂ, അതായത് കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോഴും ഈ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് SFI പ്രവർത്തകരും ഗവർണറും തമ്മിൽ ഒരു രൂക്ഷമായിരുന്നു. അത് പ്രത്യക്ഷത്തിൽ തന്നെ രൂക്ഷമായിരുന്നു. ഇപ്പോഴത്തെ അതേ ഒരു സാഹചര്യത്തിലേക്കാണ് രണ്ടാമതൊരു ഗവർണർ കൂടെ വരുമ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത വിധം കേരളം ഭരിക്കുന്ന CPM-ന്റെ അനുഗ്രഹാശിസുകളോടെയും പിന്തുണയോടും കൂടിയാണ് അവരുടെ പോഷക സംഘടനയായ SFI ഇപ്പോൾ കേരളത്തിന്റെ തലസ്ഥാനത്തുള്ള സർവകലാശാല ആസ്ഥാന മന്ദിരം ഒരു യുദ്ധക്കളമാക്കി തീർത്തത്. ഏത് തരത്തിലുള്ള പ്രതിഷേധം ജനാധിപത്യ സംവിധാനത്തിൽ നടത്താനുള്ള അവകാശം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ആ ഒരു കാര്യം അവനെ ആലോചിക്കണം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ യഥാർത്ഥത്തിൽ ഒരു സരസ്വതി ക്ഷേത്രമാണ് സർവകലാശാലയുടെ ആസ്ഥാനം. കഠിനമായി പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി സമ്പാദിച്ച് ഒരു തൊഴിൽ നേടുന്നതിനോ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനോ ഒക്കെയുള്ള കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഓഫീസാണ് കേരളത്തിന്റെ തലസ്ഥാനത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആസ്ഥാന മന്ദിരം ഇതുപോലെ ഗുണ്ടായിസം കാണിച്ച് കീഴടക്കുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും രാജ്യത്ത് കേട്ടിട്ടുള്ള സംഗതിയാണോ? ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. അതിന് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏത് കക്ഷികളുടെയും, അത് വിദ്യാർത്ഥി സംഘടനയാകട്ടെ രാഷ്ട്രീയ സംഘടനയാകട്ടെ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നാം കാണുന്ന കാഴ്ച ഒരു തരത്തിലുള്ള ബലാത്കാരവും നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരുതരം ഗുണ്ടാ പ്രവർത്തനവുമാണ്. അവർക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ പൂർണ്ണമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായിരുന്നു അല്പം മുൻപ് കേരളം മുഴുവൻ കണ്ടതായ ഒരു ദൃശ്യം. അതായത് സംസ്ഥാന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ അവിടെ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന കാഴ്ച നോക്കണം. ഒരു സർവകലാ ആസ്ഥാനം കൈയടക്കി അതിന്റെ ഓഫീസുകൾക്കകത്തെല്ലാം പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ഈ പറയുന്ന SFI പ്രവർത്തകർ കയ്യേറുമ്പോൾ അവരുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ മുൻപ് ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്, ഓഫീസിനകത്ത് കയറിയിരിക്കുന്നവരെല്ലാവരും പുറത്തിറങ്ങണം എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദയോ പക്വതയോ അദ്ദേഹം കാട്ടാത്തത് കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും പൊറുക്കുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിലുള്ള ഈ പ്രശ്നം ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രക്ഷോഭത്തിലൂടെ പരിഹരിക്കാവുന്നതല്ല. കാരണം ആ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ CNews-ൽ തന്നെയുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ പറഞ്ഞതാണ്, ഇതൊരു നീണ്ട നിയമയുദ്ധത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇന്നലെ കോടതിയിൽ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴും കോടതി പറഞ്ഞത് ഇത് ബന്ധപ്പെട്ട ആളുകൾ ഇത് പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പന്ത് കേരള സർവകലാശാലയുടെ ചാൻസലറായ ഗവർണറുടെ കോർട്ടിലാണ്. ഗവർണർ ഇടപെട്ടെങ്കിൽ മാത്രമേ തൽക്കാലം പ്രശ്നം ഏതെങ്കിലും തരത്തിൽ പരിഹരിച്ചു എന്ന് വരുത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ അവിടെയും പ്രശ്നം അവസാനിക്കുകയില്ല എന്ന് എനിക്ക് 10-40 വർഷത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനം കൊണ്ട് ഇപ്പോൾ പറയാൻ സാധിക്കും. ഇപ്പോൾ നടക്കുന്നതായ നടപടികൾക്കെതിരായി ഏത് തീരുമാനം ഗവർണർ ചാൻസലർ എന്ന നിലയിൽ എടുത്താൽ പോലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അത് ഹൈക്കോടതി കൊണ്ട് നിൽക്കില്ല. അതിനേക്കാൾ ഉപരിയായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സുപ്രീം കോടതിയിൽ പോലും സർവകലാശാലയുടെ പൂർണ്ണമായ പിന്തുണ ഈ സർക്കാർ നൽകുന്ന സാഹചര്യത്തിൽ പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ലേ. ഞാനിപ്പോൾ ഭയക്കുന്ന ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. 2 ദിവസം മുമ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആശുപത്രി കെട്ടിട ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്യം ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും കടമെടുത്തേക്കാം. സിസ്റ്റത്തിന്റെ തകരാറാണ്, സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്നൊരു പക്ഷേ താമസിയാതെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദു പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് സർക്കാർ പിന്തുണയോടുകൂടി നടക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമാണെന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല. നിയമപരമായ മാർഗങ്ങളിലൂടെ സർക്കാരിന് ഗവർണറുടെ നടപടികളിൽ തകരാറുണ്ടെങ്കിൽ അങ്ങനെ പരിഹരിക്കാൻ നോക്കണം. ഇതിപ്പോൾ ഒരേ സമയം 2 രജിസ്ട്രാർമാർ, ഒരാഴ്ചത്തേക്ക് ഒരു വൈസ് ചാൻസലർ, അത് കഴിയുമ്പോൾ വേറൊരു വൈസ് ചാൻസലർ. അവർക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 ആഴ്ച മുൻപാണ് പറഞ്ഞത് കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല.
ഇത് കേരളം ഉണ്ടായതിനു ശേഷം ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ആകെ സങ്കീർണമായിരിക്കുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രശ്നരഹിതമാക്കണമെന്നുണ്ടെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റും ചാൻസലർ സ്ഥാനത്തിരിക്കുന്ന ഗവർണറുമായി ഒരു ചർച്ച നടത്തി, ആരോഗ്യപരമായ ഒരു ചർച്ച നടത്തി സമവായത്തിലൂടെ ഒരു തീരുമാനമെടുത്തെങ്കിലേ മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ പ്രശ്നം അനന്തമായി നീണ്ടുപോകുന്നതിന്റെ ഫലമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്സഹായരായ നിഷ്കളങ്കരായ ഒരു ലക്ഷക്കണക്കിന് നമ്മുടെ ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ ആഗ്രഹങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. കാരണം അവർക്ക് പഠിച്ച് പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലർ ഒപ്പിടണം. അപ്പൊ കേരള സർവകലാശാല ഇതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ ബലാത്കാരമായി കീഴ്പ്പെടുത്തിയാൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ആർക്കും ജോലി ചെയ്യാൻ സാധ്യമല്ല. വൈസ് ചാൻസലർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധ്യമല്ല. അതിന്റെ ഫലമായി ഇതിന്റെ ദുരന്തങ്ങളെല്ലാം അനുഭവിക്കുന്നത് പാവം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി സക്രിയമായി ഇതിൽ ഇടപെട്ട് ഗവർണറുമായി ഒരു സമവായത്തിലെത്തി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം അവസാനിപ്പിക്കേണ്ടതാണ് ഈ സമയത്തിന്റെ അനിവാര്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദൻ ഈ സർവകലാശാലയിൽ എത്തുകയും വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ RSSന്റെ തിട്ടൂരം പ്രാവർത്തികമാക്കാൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞു വെച്ചത്. ആ ഒരു തലത്തിൽ അത് അവിടെ നിൽക്കട്ടെ, ആ ഒരു സംഭവം അവിടെ നിൽക്കെ തന്നെ ഈ അനിൽകുമാറിനെ രജിസ്ട്രാർ പദവിയിൽ നിന്നും മാറ്റാനുള്ള നടപടികൾ അത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ CPMന്റെ ഒരു പിന്തുണ കൂടെ ഈ SFIക്ക് കൂടുതലായി ലഭിക്കുന്ന, പ്രത്യക്ഷത്തിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വഷളാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും അതുകൊണ്ടാണല്ലോ അവിടെ ഞാൻ അല്പം മുൻപ് ഇത്രയും കടുത്തമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആക്ഷരികമായി കീഴ്പ്പെടുത്തിയപ്പോൾ ബലാത്കാരമായി നമ്മൾ കണ്ടതല്ലേ ദൃശ്യങ്ങള്. അതിന്റെ മുൻവാതിലുകളൊക്കെ ചവിട്ടി പൊളിച്ച് ജനൽ വഴി അകത്ത് മുഴുവൻ അലങ്കോലപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട സംസ്ഥാനത്തിന്റെ പാർട്ടി സെക്രട്ടറി അവിടെ എത്തി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് RSSന്റെ പ്രശ്നങ്ങളാണ്, RSS ആണ് ഇതിനകത്തുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം 5 നിമിഷം കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ അവർക്ക് SFIക്കാരെ സംബന്ധിച്ചിടത്തോളം അത് മതി. അവർ സ്വയമാണ് അവിടുന്ന് ഓഫീസുകളിൽ നിന്ന് അപ്പോൾ താഴോട്ട് വന്നിരിക്കുന്നത്. അതിനേക്കാൾ സങ്കടകരമായ ഒരു കാര്യം കൂടെ അവിടെ ഇങ്ങോട്ട് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എന്തൊരു നിരുത്തരവാദപരമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സേന ഈ കാര്യത്തിൽ ഇടപെട്ടത് നോക്കണം. വെറും നോക്കുകുത്തികളായി ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുന്ന ഒരു പോലീസ് സേന കേരളത്തിന് അപമാനമാണ് എന്ന് അവർ ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ഒരാഴ്ച മുൻപാണല്ലോ ഇവിടുത്തെ ഒരു പുതിയ DGP ചുമതലയേറ്റിട്ട് എവിടെ പോയി ഈ DGP? അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ ഒരു സർക്കാർ തലസ്ഥാനഗരിയിലെ ഒരു ഓഫീസ് ഭംഗിയായി പ്രവർത്തിക്കാൻ സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ പോലീസിനല്ലേ? എവിടെ പോയി DGP? ഒരു അക്ഷരം DGP പറയുന്നില്ലല്ലോ, കാണാനില്ലല്ലോ. അപ്പൊ ഈ തരത്തിലാണ് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഗുണ്ടായിസം കാണിക്കുന്നതിന് വേണ്ടി ഏത് വിദ്യാർത്ഥി സംഘടനയായാലും അത് KSP ആയാലും SFI ആയാലും അനുവദിച്ചു കൊടുക്കുകയും അതുപോലെ ഈ രക്ഷാകർതൃത്വം സ്ഥാനത്തിരിക്കുന്ന പാർട്ടികളൊക്കെ സെക്രട്ടറിമാരൊക്കെ ഇവിടെ വന്ന് അവർക്ക് അനുഗ്രഹം കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സംസ്ഥാനം എങ്ങോട്ട് പോകുന്നു, ഉന്നത വിദ്യാഭ്യാസ രംഗം എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം ചോദിക്കേണ്ടതായിട്ട് വരും. ഗവർണർ ഇപ്പോൾ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാൻ പോകുന്നു എന്ന് വാർത്ത വരുന്നു, രജിസ്ട്രാറെ പുറത്താക്കാൻ പോകുന്നുള്ള വാർത്ത വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അനന്തമായി നീളുന്ന ഒരു നിയമയുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ശരി, വളരെയധികം നന്ദി ശ്രീ AG ജോർജ് പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.